നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമുകളിൽ ഒന്ന് അത് നിലവിലെ ജേതാക്കളായ അർജന്റീന തന്നെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിൽ 3ലും അവർ വിജയിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പിന്നീട് ചിലിയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഉറപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവസാന മത്സരത്തിൽ പെറുവിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇക്വഡോറാണ് അർജന്റീനയുടെ എതിരാളികൾ. വരുന്ന വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ പെറുവിനെതിരെയുള്ള മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് വിശ്രമമായിരുന്നു. അതിനു മുന്നേ നടന്ന ചിലിക്കെതിരെയുള്ള മത്സരത്തിനിടെ മെസ്സിക്ക് മസിലുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെസ്സിക്ക് വിശ്രമം നൽകിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ മെസ്സി കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആരാധകർക്ക് ഇപ്പോൾ പ്രധാനമായും അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡ്യൂൾ നൽകിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ലയണൽ മെസ്സി ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അർജന്റീന ടീമിനോടൊപ്പം മെസ്സി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആ ഒരു റിക്കവറി പ്രോസസ്സിലാണ് ഉള്ളത്. പക്ഷേ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ അർജന്റീന എടുത്തിട്ടില്ല. അതായത് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യുമോ അതല്ല രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ അർജന്റീനയും അതുപോലെ തന്നെ പരിശീലകനായ സ്കലോണിയും എടുത്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെസ്സി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കളിക്കും. അത്തരത്തിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ ഗാസ്റ്റൻ എഡ്യൂൾ പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പകരക്കാരനായി കൊണ്ടാണ് ഇറങ്ങുക എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മെസ്സിയുടെ സാന്നിധ്യം തന്നെ അർജന്റീനക്ക് വലിയ ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തൊട്ട് മുന്നേയായി ഒരു സൗഹൃദ മത്സരം അർജന്റീനയും ഇക്വഡോറും തമ്മിൽ കളിച്ചിരുന്നു. ആ മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ഇക്വഡോറിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞവരാണ് അർജന്റീന. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.